ഇന്ന് നമ്മൾ കാണുന്ന യോഗയിലെ വ്യായാമങ്ങൾ ഏകദേശം ഒരു 5000 വർഷങ്ങൾക്ക് മുൻപ് ഹിമാലയൻ താഴ്വരകളിൽ ധ്യാനത്തിൽ അല്ലെങ്കിൽ മെഡിറ്റേഷനിൽ ഇരുന്ന മഹർഷിമാർ രൂപകൽപ്പന ചെയ്ത് അങ്ങനെ വർഷങ്ങളോളം അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം എടുത്ത് ഉണ്ടാക്കിയെടുത്ത രീതിയാണ്. ഈ വ്യായാമമുറകൾ ഉണ്ടാക്കിയെടുത്തതിൻ്റെ പ്രധാന ഉദ്ദേശം ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഒരേ ഇരിപ്പിലിരിക്കുവാൻ അവരുടെ ശരീരത്തിനെ യോഗ്യരാക്കുവാൻ വേണ്ടിയിട്ടാണ്. ധ്യാനത്തിലിരിക്കുമ്പോൾ ശരീരത്തിന് അസ്വസ്ഥതകളൊന്നും ഉണ്ടാകാൻ പാടില്ല, വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അവർക്ക് പുറത്തിറങ്ങി ജോലികളൊന്നും ചെയ്യേണ്ടത് ആവശ്യവും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. ഇരുന്ന ഇരിപ്പിലിരിക്കുവാൻ ശരീരത്തിന് നല്ല വഴക്കമുണ്ടാവണം. ഇതാണ് യോഗ വ്യായാമങ്ങൾ രൂപകൽപ്പന ചെയ്തവരുടെ ഉദ്ദേശം. ഇന്നത്തെ രീതിയിൽ ജോലികളൊന്നും ചെയ്യാതെ ഓഫീസിലിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്നവർക്കോ വേണ്ടിയിട്ടും ഉള്ളതല്ല. ഇന്നത്തെ ആളുകൾക്കും ഇതൊക്കെ നല്ലതാണ്. ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നതോടൊപ്പം മാനസികമായ പിരിമുറുക്കവും കുറയ്ക്കാൻ നല്ലതാണ് യോഗ. യോഗ വ്യായാമങ്ങളിൽ കൂടുതലും സ്ട്രെച്ചിങ് ആണ്. മസിലുകൾക്ക് ശക്തി ഉണ്ടാക്കുന്ന എക്സസൈസുകൾ അതിൽ വളരെ വിരളമായിട്ടേ ഉള്ളൂ. നമ്മുടെ പൂർവികരൊന്നും യോഗ വ്യായാമങ്ങളല്ല ചെയ്തിരുന്നത്. അവർ നന്നായിട്ട് പറമ്പിലോ അല്ലെങ്കിൽ കാട്ടിലൊക്കെ പോയി ജോലികൾ എടുക്കുകയായിരുന്നു, ഭാരമുള്ള ജോലികൾ. അങ്ങനെയാണ് അവരുടെ ആരോഗ്യം സംരക്ഷിച്ചിരുന്നത്. ഇന്ന് പലരും യോഗ മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നവരുണ്ട്. അതിലാണ് എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുള്ളത്. യോഗ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മസിലുകളെ അധ്വാനിപ്പിക്കുന്ന പറമ്പിൽ ജോലിയെടുക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കഠിനമായ ജോലികൾ ചെയ്യുന്നതോ ഒക്കെ ചെയ്യാം. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജോയിൻസിന് ചുറ്റിലുള്ള മസിലുകൾ നന്നായിട്ട് വർക്ക് ചെയ്യും. ഇനി അതൊന്നും ചെയ്യാൻ സാധ്യതയില്ലാത്തവർ അതിനുള്ള മസിലുകളെ അധ്വാനിപ്പിക്കുന്ന വ്യായാമങ്ങൾ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ജിമ്മിൽ പോയി വെയിറ്റ് ട്രെയിനിങ് എക്സസൈസുകൾ ചെയ്യുന്നത്. എല്ലാ മസിലുകളെയും ആവശ്യമുള്ള ബലം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട്. പറമ്പിൽ ജോലി എടുക്കുന്നവർ മറ്റു വ്യായാമങ്ങൾ ഒന്നും ചെയ്യേണ്ടതായ ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നന്നായിട്ട് അധ്വാനിക്കുന്നവർ. ഞാൻ യോഗയുടെ പല എക്സസൈസും ചെയ്യാറുണ്ട് ജിമ്മിലെ വർക്കൗട്ടിന് ശേഷം, മസിലുകളെ സ്ട്രെച്ച് ചെയ്യാനും അതിൻ്റെ മസിലുകളുടെ റിക്കവറി ഉണ്ടാക്കുവാനായിട്ട്. ഇനി മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാൻ അല്ലെങ്കിൽ മാനസിക ശക്തി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് മെഡിറ്റേഷനാണ്. ഇന്നത്തെ യോഗയിൽ കാര്യമായ മെഡിറ്റേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രാണായാമം ചെറിയൊരു മെഡിറ്റേഷനാണ്, പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു അരമണിക്കൂറെങ്കിലും മെഡിറ്റേഷനിൽ ധ്യാനത്തിൽ ഇരിക്കുവാൻ സാധിച്ചാലേ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മസിലുകളെ ലോഡെടുപ്പിക്കുന്ന ജോലികൾ അല്ലെങ്കിൽ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നൊരു ഗ്ലാൻഡ് ഉണ്ട്. ഈ ഗ്ലാൻഡിൽ നിന്നും ഗ്രോത്ത് ഹോർമോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ആ ഹോർമോണാണ് നമ്മളെ യുവത്വത്തിൽ നിലനിർത്തുന്നത്. പ്രായാധിക്യം ശരീരത്തെ ബാധിക്കാതെ നിലനിർത്തുന്ന ഒരു ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ. ആ ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാവണമെങ്കിൽ മസിലുകളെ കൊണ്ട് നല്ല ലോഡ് എടുപ്പിക്കുന്ന ജോലികൾ അല്ലെങ്കിൽ വ്യായാമങ്ങൾ ചെയ്യണം. യോഗയിൽ അത്തരം എക്സസൈസുകളില്ല. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള പ്രോട്ടീൻ മസിലുകൾ എടുക്കണമെങ്കിൽ മസിലുകളെ അധ്വാനിപ്പിക്കണം. വെറുതെ ഓഫീസിലിരിക്കുന്നവരോ കമ്പ്യൂട്ടറിലിരിക്കുന്നവരോ പ്രോട്ടീനുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് നോൺ വെജോ പയറുവർഗ്ഗങ്ങളോ ഒക്കെ കഴിച്ചുകൊണ്ട് അവിടെ അതിൻ്റെ യാതൊരു ഉപയോഗവുമില്ല. കാരണം മസിലുകൾ അധ്വാനിക്കാതെ പ്രോട്ടീൻ്റെ ആവശ്യം കാര്യമായിട്ട് ശരീരത്തിന് വരുന്നില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാൽഷ്യം അതുപോലും ശരിക്കും നമ്മുടെ എല്ലുകളിലേക്ക് റീഫിൽ ആവണമെങ്കിൽ മസിലുകളെ അധ്വാനിപ്പിക്കണം. മസിലുകളുടെ അധ്വാനവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ മിക്കവാറും പ്രക്രിയകൾ ഇരിക്കുന്നത്. അതിന് വലിയ ഹെവി വെയിറ്റ് എടുത്ത് ഒത്തിരി മസിൽ പെരുപ്പിക്കണമെന്നല്ല പറയുന്നത്. പലരും താഴെ കമന്റ് ഇടും, നിങ്ങളെപ്പോലെ വലിയ മസിൽ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്നൊക്കെ പറയുന്നുണ്ടാവും. എന്നെപ്പോലെ എല്ലാവരും മസിൽ ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അത്യാവശ്യം മസിലുകൾ ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണം. അതിനു വേണ്ടിയിട്ടുള്ള ശാരീരിക പ്രയത്നം എല്ലാവരും ചെയ്യണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യോഗയെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അതിനെ കൊച്ചാക്കുവാനോ അല്ല ഞാൻ പറയുന്നത്. യോഗ ചെയ്യുന്നതിനോടൊപ്പം മസിലുകൾക്കുള്ള കുറച്ച് വ്യായാമങ്ങൾ കൂടി, ഒന്നുമില്ലെങ്കിൽ കുറച്ച് പുഷപ്പും കുറച്ച് ഡംബൽസും കുറച്ച് ഭാരമെടുത്ത് എഴുന്നേക്കുന്നു അങ്ങനെയുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്താൽ പോലും മസിലുകൾക്കുള്ള മിനിമം വ്യായാമം കിട്ടും. അതുപോലെ തന്നെ അമിത വണ്ണമുള്ളവർ അവരുടെ ശരീരത്തിലെ കൊഴുപ്പിനെ കളയണമെങ്കിൽ യോഗയിൽ കൂടെ കാര്യമായിട്ടുള്ള ഗുണം കിട്ടില്ല. കാരണം കൊഴുപ്പിനെ കളയണമെങ്കിൽ ശരീരത്തിന്റെ മസിലുകൾ അധ്വാനിച്ച് ഹൃദയം മിടിച്ച് നന്നായിട്ട് ഹൃദയം മിടിക്കണം. അങ്ങനെ രക്തത്തിനെ കൂടുതൽ സർക്കുലേറ്റ് ചെയ്ത് ശരീരത്തിൽ നിന്നും ആവശ്യത്തിലധികമുള്ള കൊഴുപ്പിനെ തിരിച്ചെടുക്കണം. അത്തരം വ്യായാമങ്ങൾ യോഗയിലില്ല. യോഗ ചെയ്താൽ കാര്യമായിട്ടുള്ള കിതപ്പ് വരുന്നില്ല. അത്രയും കിതപ്പ് പോരാ മനുഷ്യന്. നന്നായിട്ട് ഹൃദയം കൂടുതൽ പമ്പ് ചെയ്യുവാനുള്ള വ്യായാമങ്ങൾ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ അത്തരം ജോലികൾ ചെയ്യണം. എൻ്റെ ദിനചര്യയുടെ ഭാഗമായിട്ട് ഞാൻ ദിവസവും രാവിലെ ഏറ്റവും കുറഞ്ഞ അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ മെഡിറ്റേഷൻ ഇരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജിമ്മിലേക്ക് വർക്കൗട്ടിന് വേണ്ടി പോകുന്നത്. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഗുണം എൻ്റെ മനസ്സിനെ ശാന്തമാക്കുവാനും സ്വസ്ഥമാക്കുവാനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പരമാവധി ഗുണമുണ്ടാക്കുവാനും പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കുന്നു. അതുപോലെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ മസിലുകളെ ചെറുപ്പത്തിലെ പോലെ സംരക്ഷിച്ച് നിലനിർത്തുവാനും സാധിക്കുന്നു. എൻ്റെ പ്രായം എൻ്റെ ശരീരത്തെ ബാധിക്കാത്ത രീതിയിൽ കൊണ്ടു നടക്കുവാനും സാധിക്കുന്നു.
ഒരു യന്ത്രം കൂടി കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. ഇതാണ് ആ മെഷീൻ. ഇതാണ് ആ മെഷീൻ. ഇത് മാജിക് ജിം എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. മാജിക് ജിം എത്ര കാര്യങ്ങളിൽ നടക്കും? ഈ മെഷീന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ചെറിയൊരു മെഷീനിൽ ഇപ്പൊ ഈ ജിമ്മിൽ ഇട്ടിരിക്കുന്ന എല്ലാ മെഷീനിലും ചെയ്യുന്ന എക്സസൈസുകളെല്ലാം ഈ ഒരു മെഷീനിൽ ചെയ്യാം. നമ്മുടെ എല്ലാ മസിലുകൾക്കും. അതായത് ഞാനിത് ചെയ്തേക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് ആള് നടക്കാൻ പോകും. നടത്തി എന്ന് പറയുന്ന ഒരു എക്സസൈസ് അല്ല അത്. മനുഷ്യൻ പണ്ട് കാലത്ത് ഒരു ജോലി ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന്റെ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ ഉള്ളൂ. അതാണ് നടത്തി. അതാണ് എക്സസൈസ് എന്നാണ് ഇന്ന് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. ഡോക്ടർമാരും പ്രൊമോട്ട് ചെയ്യുന്നത് അതിന് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഒരു മസിലുകളും വർക്ക് ചെയ്യുന്നില്ല. കാലിന്റെ ആംഗിൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അത് കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നവരും കാലിന്റെ ആംഗിൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ മസിലുകളും വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മസിലുകൾ വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ജോയിന്റ്സ് സ്ട്രോങ് ആവുകയുള്ളൂ. ഈ മെഷീൻ അതിന് പറ്റുമോ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെഷീൻ. ഇപ്പൊ ഇങ്ങനെ ഒരു എക്സസൈസ് ചെയ്യാം. ഇതിപ്പോ നമ്മുടെ ഈ ഷോൾഡർ, ചെസ്റ്റ്, അങ്ങനെയുള്ള കൈയുടെ എൽബോ അതെല്ലാം വർക്ക് ചെയ്യും. ഇത് അല്ലേ? ഇതുപോലത്തെ 24 എക്സസൈസുകൾ ചെയ്യാം എല്ലാ മസിലുകൾക്കും. ഇത് ബൈസെപ്ഷണൽ എക്സസൈസ് ആണ്. ഇതൊക്കെ എന്തുട്ടാ ചേട്ടാ അത്? പാറ പോലെ. എന്റെ പൊന്നെ, ഇന്ന് മുതൽ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. ഈ മസിലുകളൊക്കെ എന്താ കാണുന്നത്? ലേഡീസിന് പ്രായമുള്ള ഒരു കാലിന്റെ മുട്ടിനായിരിക്കും പ്രശ്നം. അപ്പൊ ഇത് നമ്മളതാ സിമ്പിൾ ആയിട്ട് ഈ മുട്ടിനെ സ്ട്രെങ്ത് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. വെയിറ്റ് അവിടെ ഇടാം. ഇതിപ്പോ കാലിന്റെ ഈ മുട്ടിന്റെ മസിലിനെ സ്ട്രോങ് ആകും. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഈ സാധനം വേണമെങ്കിൽ ചേട്ടനായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ കൊടുക്കാം. ഇതിന് 78 കിലോ ഉണ്ട്. 78 കിലോ അനങ്ങൂല. ചേട്ടന് പറ്റുള്ളൂ. ചേട്ടന് പറ്റാവുന്നുള്ളൂ. വെറുതെ പുഷപ്പ് ചെയ്യണമെന്നുള്ളേ. വെറുതെ പുഷപ്പ് ചെയ്യണമെങ്കിൽ ഇതുമ്പോ തന്നെ ചെയ്യാം. ഇപ്പൊ താഴെ കൈകുത്തി പുഷപ്പ് ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ഇത് ഇപ്പൊ ലേഡീസിനൊക്കെ പുഷപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് ഇതുമ്പോ പുഷപ്പ് ചെയ്യണം. ക്രോസ് വാക്കിംഗ് എന്ന് പറയും. അതായത് ഈ വാക്കിങ്ങിൽ നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളും വർക്ക് ചെയ്യും. നടക്കുന്ന എഫർട്ട് കിട്ടും, പക്ഷെ ശരീരം എല്ലാം വർക്ക് ചെയ്യും. കൈയും കാലും എല്ലാം പരമാവധി സ്ട്രെച്ച് ചെയ്ത് ഇതെല്ലാം എക്സസൈസിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ ബാക്കിയുള്ള ഇതിന്റെ സംശയ കാര്യങ്ങളൊക്കെ പീറ്റേട്ടനായിട്ട് വിളിച്ചാൽ മതി. 63 കഴിഞ്ഞ് 64 പോയിട്ടിരിക്കണം. 64 വയസ്സ്. 64 വയസ്സിലെ മസിൽമാൻ. ഈ ഒരു പ്രായത്തിനിടയ്ക്ക് എത്ര അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്? ഞാനിപ്പോ ഈ കഴിഞ്ഞ നവംബർ 9 മിസ്റ്റർ വേൾഡ്, മാസ്റ്റേഴ്സ് മിസ്റ്റർ വേൾഡ് ഗോൾഡ് മെഡൽ അടിച്ചു സൗത്ത് കൊറിയയിൽ വെച്ചിട്ട്. അതാണ് എന്റെ ലാസ്റ്റ് ഇപ്പൊ കിട്ടിയിരിക്കുന്ന വിജയം. അതിന് ബാക്കിലേക്ക് ഒന്ന് പോയേ. അതിന്റെ ബാക്കിലേക്ക് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഏഷ്യ മാസ്റ്റേഴ്സ് മിസ്റ്റർ ഏഷ്യ ഗോൾഡ് മെഡൽ വന്നു കാഠ്മണ്ഡുവിൽ വെച്ചിട്ട്. ഇത് കഴിഞ്ഞ് മറ്റൊരു ഗെയിമായ വെയിറ്റ് ലിഫ്റ്റിംഗിൽ, ഇത് ബോഡി ബിൽഡിംഗ് ആണ്. മറ്റൊരു ഗെയിമായ വെയിറ്റ് ലിഫ്റ്റിംഗിൽ 2019 അമേരിക്കയിൽ വെച്ചിട്ട് എന്റെ 59ാമത്തെ വയസ്സിൽ അമേരിക്കയിൽ വെച്ച് വേൾഡ് ഗോൾഡ് മെഡൽ വന്നു. വെയിറ്റ് ലിഫ്റ്റിംഗിൽ, വെയിറ്റ് ഉയർത്തുന്നതിൽ. ഡോക്ടറേറ്റ് കിട്ടിയത് ഫിറ്റ്നസ് ട്രെയിനിങ്ങിൽ. അത് അമേരിക്കൻ യൂണിവേഴ്സിറ്റി USA എന്നെ ഹോണർ ചെയ്ത് ഞാൻ സ്പോർട്സ് രംഗത്തുണ്ടാക്കിയ മറ്റു പലരും ചെയ്യാത്ത നേട്ടങ്ങൾ ഉണ്ടാക്കിയതിന് എനിക്ക് തന്ന ഹോണററി ഡോക്ടറേറ്റ് ആണ്.